നമസ്കാരം. രാഷ്ട്രപതിയെ നിയന്ത്രിക്കാനോ സമയപരിധി നിശ്ചയിക്കാനോ രാജ്യത്തെ ജുഡീഷ്യറിക്ക് അധികാരമില്ല. ഉപരാഷ്ട്രപതി ജയദീപ് ധൻഖറിന്റെ വാക്കുകൾ അവിടെ മുഴങ്ങിയപ്പോൾ അത് ഏവരിലും ഉണ്ടാക്കിയത് ഒരുതരം ഞെട്ടലാണ്. കൃത്യമായ അവസരത്തിൽ ഉചിതമായ സന്ദർഭങ്ങളിൽ മാത്രം തന്റെ ശക്തമായ അഭിപ്രായങ്ങൾ ഒരു മറയും കൂടാതെ വെട്ടിത്തുറന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു മുഖം ആർക്കും അത്ര പരിചയം പോരാ. എന്തായാലും അദ്ദേഹം ഉന്നയിച്ച ആ അവകാശവാദങ്ങളെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. ഗവർണർ പരാമർശിക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച കോടതി വിധിയെ ഉപരാഷ്ട്രപതി ജയദീപ് ധൻഖർ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 ഒരു ആണവ മിസൈലിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ആ വ്യവസ്ഥ ജനാധിപത്യ ശക്തികൾക്ക് എതിരാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. VP ധൻഖർ പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രപതിയും ഗവർണർമാരും ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ സമീപകാല വിധിയെ വൈസ് പ്രസിഡന്റ് ജയദീപ് ധൻഖർ ശക്തമായി തന്നെ എതിർത്തു. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി മാറുന്നു എന്ന് വിമർശിക്കുകയും ചെയ്തു. കോടതികൾ രാഷ്ട്രപതിയെ നയിക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ധൻഖർ പ്രസ്താവിച്ചു. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിന്മേൽ നടപടിയെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് പ്രതികരണം. രാജ്യസഭാ ഇന്റേണുകളുടെ 6ാം ബാച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജുഡീഷ്യറി എങ്ങോട്ടാണ് പോകുന്നതെന്നും രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും ജഗദീപ് ധൻഖർ ചോദിക്കുന്നു. ഭരണഘടനയെ വ്യാഖ്യാനിക്കുക മാത്രമാണ് കോടതിയുടെ ഉത്തരവാദിത്തം. രാഷ്ട്രപതിക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജി ഭരണഘടന മറന്നു. ആർട്ടിക്കിൾ 142 ജനാധിപത്യത്തിനെതിരായ ആണവ മിസൈലായി എന്നും ധൻഖർ വിമർശിച്ചു. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ കഴിഞ്ഞ മാർച്ച് 14-15 ദിവസങ്ങളിൽ ജഡ്ജിയുടെ വസതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും ആർക്കും അറിയില്ല. ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ തീയണയ്ക്കാൻ അഗ്നിശമന സേന നടത്തിയ ഓപ്പറേഷനിൽ പണം കണ്ടെടുത്തതിന് ശേഷവും അദ്ദേഹത്തിനെതിരെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. രാജ്യത്തെ ആർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം, എന്നാൽ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണെന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ രാജ്യത്ത് ആർക്കും നിങ്ങളുടെ മുമ്പിലുള്ളയാൾ ഉൾപ്പെടെ ഏതൊരു ഭരണഘടനാ ഉദ്യോഗസ്ഥനെതിരെയും FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ജഡ്ജിമാരാണെങ്കിൽ FIR ഉടനടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. ജുഡീഷ്യറിയിലെ ബന്ധപ്പെട്ടവർ അത് അംഗീകരിക്കേണ്ടതുണ്ട്, പക്ഷേ ഭരണഘടനയിൽ അത് നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയാണ് രാജ്യത്തെ പരമോന്നത പദവിയിലുള്ള വ്യക്തി. ഈയടുത്ത് പുറപ്പെടുവിക്കപ്പെട്ട ഒരു വിധിയിൽ രാഷ്ട്രപതിയോടായി ഒരു കാര്യം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ബില്ലുകൾ പാസ്സാക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ സൂചിപ്പിച്ചുകൊണ്ട് ധൻഖർ പറയുന്നു. രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? റിവ്യൂ ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം. സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ അത് നിയമമായി മാറുന്നു. നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ നമുക്കുണ്ട്, ധൻഖർ വിമർശിക്കുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയ സംഭവത്തിലും ധൻഖർ ജുഡീഷ്യറിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. സംഭവത്തിൽ സുപ്രീം കോടതി 3 അംഗ ജഡ്ജിമാരുടെ സമിതിയെ നിയമിച്ചിരുന്നു. ഇത്തരത്തിലൊരു അന്വേഷണം ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്ന് അദ്ദേഹം പറയുന്നു. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമിതി രൂപീകരിച്ചത്, അതല്ല പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇതെന്നും ജഗദീപ് ധൻഖർ ചോദിക്കുന്നു. 1 മാസമായി അന്വേഷണം നടക്കുന്നു. ഈ സമിതിക്ക് എന്ത് നിയമസാധുതയാണുള്ളത്? ഈ സമിതി റിപ്പോർട്ട് നിയമപരമല്ല. ജഡ്ജിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാർച്ച് 14-നും 15-നും ഇടയിലുള്ള രാത്രിയിൽ നടന്ന സംഭവം പുറത്തറിഞ്ഞത് 7 ദിവസത്തിന് ശേഷമാണ്. ഒളിപ്പിച്ചു വെച്ച വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരണമെന്നും അദ്ദേഹം പറയുന്നു. ജഡ്ജിമാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ ജുഡീഷ്യറിയുടെ അനുമതി വേണമെന്നത് ഭരണഘടനയിൽ ഒരിടത്തുമില്ലാത്ത നിർവചനമാണെന്നും അദ്ദേഹം പറഞ്ഞു. പണം കണ്ടെത്തിയ ശേഷം ജഡ്ജിക്കെതിരെ ഒരു FIR പോലും ഫയൽ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ അനിശ്ചിതമായി തടഞ്ഞു വെക്കരുത് എന്നതിനെതിരെ സുപ്രീം കോടതി വിധിയിലാണ് രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചത്. പുനഃപരിശോധനയ്ക്ക് ശേഷം നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച തമിഴ്നാട് ഗവർണർ RN രവിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലായിരുന്നു വിധി. 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് കോടതി പ്രഖ്യാപിച്ചിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് വിവേചന അധികാരമില്ല.
മന്ത്രിസഭയുടെ ഉപദേശാനുസരണമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഗവർണർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനാകില്ല. ബില്ലുകൾ വീറ്റോ ചെയ്യുന്നതിന് ഭരണഘടന അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ കോടതി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ കൃത്യമായ സമയപരിധിയും നിശ്ചയിക്കുകയായിരുന്നു. ബിൽ തടഞ്ഞു വെക്കണോ രാഷ്ട്രപതിക്ക് അയക്കണമോ എന്നത് 1 മാസത്തിനുള്ളിൽ തീരുമാനിക്കണം. ബിൽ തടഞ്ഞു വെച്ചാൽ 3 മാസത്തിനുള്ളിൽ തിരിച്ചയക്കണം. നിയമസഭ വീണ്ടും ഇതേ ബിൽ പാസാക്കി അയച്ചാൽ 1 മാസത്തിനുള്ളിൽ അനുമതി നൽകണം എന്നിങ്ങനെയാണ് സമയപരിധി ഉള്ളത്. എന്തായാലും ധൻഖർ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.